യേശുവിൻ്റെ രണ്ടാം വരവ് എങ്ങനെയായിരിക്കും? അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കാരണം യേശുവിനറിയില്ല ഞാൻ എപ്പോഴാണ് വരണേന്ന്. അപ്പം അത് തീരുമാനിക്കുന്നതും അത് വിടുന്നതും പിതാവായ ദൈവം. യേശുനാഥൻ്റെ കുരിശുമരണം നമുക്ക് കാണാൻ പറ്റും അല്ലേ? അറിയാം. അവിടെ പിതാവായ ദൈവമാണ് പ്രവർത്തിച്ചത്. എന്താ സംഭവിച്ചത്? യേശു കുരിശിൽ മരിച്ചപ്പോൾ പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ഭൂമി കുലുങ്ങി, ദേവാലയ ശിരസ്സുള്ള അടിത്തറ വരെ രണ്ടായി പിളർന്നുപോയി. പിതാവ് ദൈവം ചെയ്ത പ്രവൃത്തിയാണ് മരണത്തിലൂടെ. അപ്പം ജീവനോടെ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് രണ്ടാം വരവ് വന്നത് എങ്ങനെയായിരിക്കും ഒന്ന് ഊഹിച്ച് നോക്കാൻ പറ്റുമോ? വലിയ മഹത്വത്തോടെ ആയിരിക്കും, വലിയ മഹത്വത്തോടെ. അപ്പം ഇങ്ങനെ വരണത് ഈ വചനത്തിൽ ഈ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കർത്താവ്. അത് പൂർത്തിയാകും. അതിൽ ഒന്ന് നമുക്ക് നോക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവ് ജീവിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും, എല്ലാ മാതാപിതാക്കളുടെയും, പുണ്യാളന്മാരുടെയും, വിശുദ്ധരുടെ എല്ലാം ആത്മാവാണ്. ഈ ആത്മാവ് എങ്ങനെ ജീവിക്കും? ആത്മാവാണ് ജീവൻ നൽകുന്നത്. അത് പൂർത്തിയാകണം ദൈവമായ കർത്താവിൻ്റെ വാക്കിലൂടെ. അപ്പോൾ സംഭവിക്കുന്നത് വേറൊന്ന് പറയുന്നുണ്ട്, അസ്ഥികളുടെ താഴ്വര. ഒരു പ്രാവശ്യം മനുഷ്യപുത്രനെ ദൈവമായ കർത്താവ് കൊണ്ടുപോയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? നീ പ്രവചിക്കുക. അപ്പോൾ അവൻ പ്രവചിക്കുമ്പോൾ കിരികിരാ ശബ്ദം കേട്ട് ഒടിഞ്ഞു നുറുങ്ങിക്കിടന്ന അസ്ഥികൾ അവിടെ നിന്ന് ഇവിടുന്ന് കൂടി കൂടി വലിയൊരു അസ്ഥിക്കുടം പോലെ അങ്ങ് നിരനിരയായിട്ട് നിന്നു. എന്നിട്ട് പറയും, മാംസം പൊതിയാൻ നീ പറയുക. മാംസം പൊതിയും, നാടി ഞരമ്പുകൾ വെച്ച് കെട്ടാൻ പറയും. അതെല്ലാം വെച്ച് കെട്ടും, പക്ഷെ ജീവനുണ്ടാവില്ല. അവസാനം കർത്താവ് നീ തന്നെ ഊതുക, ജീവശ്വാസമേ ഊതുക എന്ന് പറയുമ്പോൾ അവൻ ഊതുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങും, വലിയ സൈന്യം പോലെ ചലിക്കാൻ തുടങ്ങും. ഇത് കർത്താവ് മനുഷ്യനിലൂടെ ഒരു പ്രവാചകനിലൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാം വരവിലൂടെ യേശുനാഥൻ ഒറ്റയ്ക്കാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടാകുന്ന ആത്മാക്കൾ, ഈ ആത്മാക്കൾ ജീവൻ വരും, ജീവിക്കും. അവർ യേശുവിൻ്റെ കൂടെ പുണ്യപ്പെട്ട ആത്മാക്കൾ, ദുഷ്ടത പ്രവർത്തിച്ച് വിട്ടുപോയ ആത്മാക്കളല്ല, നരകത്തിൽ കിടക്കുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളല്ല, വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മരിച്ചുപോയ മാതാപിതാക്കളുടെ ആത്മാക്കൾ, വിശുദ്ധരുടെ ആത്മാക്കൾ എല്ലാം ഒരുമിച്ച് വരും. അന്ന് ഈ അസ്ഥികളെല്ലാം കൂടി ആ പഴയ മനുഷ്യരായിട്ട് കർത്താവിൻ്റെ കൂടെ വാനമേഘങ്ങളിൽ വരാൻ തുടങ്ങും. അത് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റും. അത് എപ്പോൾ വരും, എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വചനമൊക്കെ പൂർത്തിയാകണം. ഇതൊക്കെ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ അതെല്ലാം ഇങ്ങനെ ഓർമ്മയിൽ വരും. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇന്ന് വചനത്തിൽ കാണുന്ന നമ്മൾ ഒരു വലിയ വചനം. അതായത് സൂര്യൻ ഇരുണ്ടു പോകുമെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ വരവ് സൂര്യൻ ഇരുണ്ടു പോകും. ആകാശത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും 4 ദിക്കുകളിൽ ദൂതന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുമെന്നാണ് പറയുന്നത്. വലിയ ഒരു ഇതായിരിക്കും യേശുനാഥൻ്റെ രണ്ടാം വരവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് വിജാതികളുടെ ഇടയ്ക്കാന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന്ന് നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് കേൾക്കണേന്ന്. അവരുടെ മുമ്പിലേക്കാണ് കർത്താവ് വരാൻ പോണത്. നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ ഇടയിൽ കർത്താവ് ആദ്യമേ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശുനാഥൻ നേരെ വന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്കാണ്, വിജാതിയുടെ ഇടയ്ക്കല്ല. ശിഷ്യന്മാരുടെ ഇടയിലേക്കും മറ്റുള്ള മനുഷ്യരുടെ ഇടയിലേക്കും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണാനും പറ്റുന്നില്ല. വിജാതികൾ അറിയാത്തവരുടെ ഇടയിലേക്കാണ് ദൈവമായ കർത്താവ് വരിക. അത് വലിയ കാഹളം, വലിയ എന്താ പറയുക, ഇടിവെട്ട് പോലുള്ള സ്വരവും പ്രകാശവും. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പിതാവ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിരിക്കും പുത്രന്. കാരണം പിതാവാണ്
പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ പോണത്. അപ്പോൾ അവരുടെ വരവ് ഒരു വരവ് തന്നെയായിരിക്കും. നമുക്ക് കാണാൻ പറ്റും, യേശുനാഥൻ ഗെത്സമനി തോട്ടത്തിൽ ഈ കുരിശുമരണം എനിക്ക് വേണ്ട, എങ്കിലും നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കരഞ്ഞ് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പിതാവ് ഒന്നും മുണ്ടുന്നില്ല. അത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതാണ് മൊത്തം. പുത്രനൊരിക്കലും പറയുന്നില്ല കല്ലറ തുറക്കപ്പെടട്ടെ, ഭൂമി കുലുങ്ങട്ടെ, ദേവാലയത്തിൽ ഉച്ചമുതൽ അടിത്തറ രണ്ടായി പിളർട്ടെ എന്നും പുത്രൻ പറയുന്നില്ല. പുത്രൻ മരിച്ചു, കുരിശിൽ മരിച്ച ഉടനെ സംഭവിച്ചതാണ്. അത് പിതാവായ ദൈവം കാണിച്ച ആ ദേവാലയം ഇപ്പോഴും അവിടെ പൊളിഞ്ഞു തന്നെ കിടക്കെ. അത് പിതാവായ ദൈവം വരുത്തിയതാണ്. രണ്ടാം വരവും ഇത് തന്നെയാണ്. പുത്രൻ വരും. ആ വന്ന വരവ് പുത്രൻ മഹത്വപ്പെടാൻ വലിയ കാഹളത്തോടെ, വലിയ സ്വരത്തോടെ, സൂര്യനൊക്കെ ചിലപ്പോൾ ഇരുട്ടായി പോവും, പിന്നെ ഒരു പ്രകാശമായിരിക്കും ഭയങ്കരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ അറിയാത്ത മക്കളെ കടന്ന് വിലപിക്കും, കരയും, ഒച്ചയിടും, അങ്ങനെ വലിയ പ്രശ്നമുണ്ടാകും. അപ്പോൾ അവരുടെ വാനമേഘങ്ങളിൽ കർത്താവ് പ്രത്യക്ഷപ്പെടും. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. അപ്പോഴാണ് എല്ലാ ലോകം മുഴുവൻ അറിയും. ഇതോടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിശാചുകൾ ഈ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും നിരുവരായി പോകുന്നതാണ്. പിശാചിന് ഒരു വർഗം ഉണ്ടാവില്ല. പിന്നെ അതോടെ തീർത്ത് കളയും ദൈവമായ കർത്താവ്. നമുക്ക് ആ ഒരു വചനം ശ്രമിക്കാം. അതായത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതലുള്ള തിരുവചനം. ആ കാലത്ത് പീഡകൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ സൂര്യൻ ഇരുണ്ടു പോകും. യേശുവിൻ്റെ വരവുള്ള കാലത്ത് അങ്ങനെ വീണതല്ല. ആ കാലത്ത് പീഡകൾ സഹിച്ച എല്ലാവരും പെട്ടെന്ന് തന്നെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൂരിരുട്ടായിരിക്കും, കൂരിരുട്ട്. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്നും നിപതിക്കും, നക്ഷത്രങ്ങളും ഇല്ലാണ്ടാവും. പിന്നെ ഉള്ളത് ഈ മനുഷ്യനെ ഉണ്ടാക്കി വെച്ചേക്കണ ഇലക്ട്രിസിറ്റി ലൈറ്റുകളായിരിക്കും. അതും ചിലപ്പോൾ കെട്ടുപോകാനും സാധ്യത. എന്താ സംഭവിക്കണമെന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അത് എത്ര ദിവസം നിൽക്കും, എപ്പോഴായിരിക്കും പിന്നെ പ്രകാശം ഉണ്ടാകുക, എപ്പോഴായിരിക്കും പിന്നെ സൂര്യൻ ഉദിക്കുക എന്നൊക്കെ ഉള്ളത് പിതാവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആകാശം ശക്തികൾ ഇളകുകയും ചെയ്യും. ആകാശം ശക്തി കൊണ്ട് ഇളകുകയും ചെയ്യും. വലിയ സ്വരമൊക്കെ ആയിരിക്കും പലത്. അപ്പോഴാണ് മനുഷ്യൻ അറിയണത് ദൈവമായ കർത്താവിൻ്റെ, ആ ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ വരവിനെ പറ്റിയൊക്കെ അറിയണത്. വിജാതികളും ക്രിസ്തുവിനെ അറിയാൻ പറ്റാത്തവരും ക്രിസ്തുവിനെ പറ്റി കുറ്റം പറയണവരൊക്കെ അറിയണത് ഇങ്ങനൊരു ദൈവം ഉണ്ടോ എന്നറിയാൻ പറ്റുന്നത്. അതാണ് ഇരുണ്ടു പോകും സൂര്യൻ, ചന്ദ്രന് പ്രകാശം തരികയില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണത്. ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രതീക്ഷപ്പെടും. അപ്പോൾ മനുഷ്യപുത്രൻ ദൈവമായ കർത്താവിനാണ് പ്രതീക്ഷപ്പെടും. അതോടെ കർത്താവിൻ്റെ ചില വചനങ്ങളും അവിടെ പൂർത്തിയാകും. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നും വിവരിക്കുന്നത്. ശരീരം അഴുകിപ്പോയി, ആത്മാവ് മരിക്കത്തില്ല. ഈ ആത്മാവ് വീണ്ടും മരണം. അതാത് രൂപത്തിൽ തന്നെ കർത്താവ് സൃഷ്ടിച്ച് ഇറക്കി വിടും നമ്മുടെ ഇടയിലേക്ക്. ജീവിക്കുന്നവർക്ക് അത് കാണാൻ പറ്റും. അല്ലേ? ഭൂമിയിൽ സർവ ഗോത്രങ്ങളും വിലപിക്കുകയും ചെയ്യും. ഗോത്രങ്ങൾ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, സർവ ഗോത്രങ്ങളും. വിജാതിയുടെ ഇടയിലേക്കായിരിക്കും യേശുനാഥൻ വരുന്നത്. ഇവിടെ പറയണ്ട, ഭൂമിയിലെ സർവ ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടെ മഹത്വത്തോടും കൂടി വരുന്നത് അവർ കാണുകയും ചെയ്യും. വിജാതികളാണ് അവരുടെ. ഞാനിത് ഈ വചനം എനിക്ക് ഇന്ന് കിട്ടിയതാണ്, മുമ്പ് കിട്ടിയിട്ടില്ല. അന്നെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞാനെ. ഇപ്പം വേണ്ട, അവിടെ പറയണ്ട, വാനമേഘങ്ങളിൽ
കർത്താവിൻ്റെ വരവിനോടുകൂടി വിജാതികൾ, ഗോത്രങ്ങൾ എന്ന് പറയണ്ട, അവർ വിലപിക്കുകയും കരയുകയും ഒച്ചയിടുകയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വരും. അപ്പോഴാണ് ദൈവമായ കർത്താവ് വന്നത്. എന്തിനാ അവരങ്ങനെ വേണമെന്നേ? ഒന്നാമത് സൂര്യൻ ഇരുണ്ട് പോകും, പ്രകാശം ഉണ്ടാവില്ല, നക്ഷത്രങ്ങളുമില്ല, ചന്ദ്രനുമില്ല. അപ്പോൾ കൂരിരുട്ടാണ്. പിന്നെ മനുഷ്യൻ നിർമ്മിച്ച ലൈറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ദൈവം സൃഷ്ടിച്ചത് ഇരുട്ട് പോകും. അപ്പോൾ കരച്ചിലും പിടിച്ചിലും വലിയ ഊർവിളികളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഹല്ലേലൂയ ചെയ്യും, കാണുകയും ചെയ്യും. വലിയ കാഹളാദത്തോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. വലിയ കാഹളാദത്തോടെ ദൂതന്മാരെ അവൻ അയക്കും. ദൂതന്മാർ ഇറങ്ങി വരും ഭയങ്കരമായിട്ട്. 4 ദിക്കുകളിലും, ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ 4 ദിക്കുകളിലൂടെയാണ് ദൂതന്മാർ വരിക. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും 4 ദിക്കുകളിൽ നിന്നും, ആകാശം ഈ അറ്റം മുതൽ ഈ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും, കറക്റ്റായിട്ട് പറയണ, 4 ദിക്കുകളിൽ നിന്നും, ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. 4 ദിക്കുകളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടും. അവർ വാനമേഘങ്ങളിൽ വരും. അതാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനെ ഉപരിക്കുന്നില്ല. അപ്പം ഈ അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്നിടത്ത് കർത്താവല്ല അത് ചെയ്യിക്കണത്. കർത്താവ് ചെയ്യിക്കുന്നു, ചെയ്യണത് ഒരു പ്രവാചകൻ വഴിയാണ്. ഇത് നേരിട്ട് കർത്താവ് ചെയ്യും. ബാക്കി കാര്യങ്ങളെല്ലാം പിതാവായി ദൈവമാണ് ചെയ്യുന്നത്, പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവമായ കർത്താവാണ് നേരിട്ട് പ്രവചിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്കവിടെ കാണാൻ പറ്റും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 37-ാം തിരുവചനം 1 മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ അല്ലേ അസ്ഥികളുടെ താഴ്വര എന്ന് പറഞ്ഞിട്ട് കർത്താവ് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം ഇസ്രായേൽ ദേശത്തേന്. ഇതിവിടെ പറയണ 4 ദിക്കുകളിൽ നിന്നും അവരെ ഒരുമിച്ച് കൂട്ടും. നമുക്ക് കാണാം കർത്താവായ ദൈവത്തിൻ്റെ. ഇനിയുണ്ട് ഇതിനകത്ത് വചനം. ഒരുപാട് സ്ഥലത്ത് കർത്താവ് പറഞ്ഞത് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടുപിടിക്കണ കൃപയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതെല്ലാം വെളിപ്പെടണം. ഇതൊക്കെ പൂർത്തിയാകുമ്പോഴാണ് യേശുനാഥൻ വരുന്നത്. ഹല്ലേലൂയ.